എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഇ ക്യൂബ് അല്ലെ, നമുക്കറിയാം ഇ ക്യൂബ് സോഫ്റ്റ്വെയർ നിങ്ങളൊക്കെ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത് അറിയാത്ത ഒരാൾക്ക് പരിചയപ്പെടാനും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, നോക്കുക. ഇ ക്യൂബ് നമുക്കറിയാം ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്കൊക്കെ അതിന്റെ പരിശീലനം ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ചില സംശയങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ നിങ്ങൾ ആ ഒരു ഭാഗം, ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ലാപ്പിൽ ഉണ്ടായിരിക്കും. ആദ്യത്തെ വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇ ക്യൂബ് എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലെ, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഭാഗമാണ്. ഓക്കെ, ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡ്രൈവിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ലാപ്പിൽ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ചെറിയൊരു കാര്യം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ഈ ഒരു ലാപ്പ് ഓർ PC ഒരു ഇന്റർനെറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട് വൈഫൈയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുക ഇ ക്യൂബ് ഇംഗ്ലീഷ്. ജസ്റ്റ് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ലാബ് എന്നുള്ള രീതിയിൽ വരും. ഇ ക്യൂബ് ഇംഗ്ലീഷ് കൈറ്റ്, ഇതൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ കണ്ടോ ഇ ക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് കൈറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യൽ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ ലാംഗ്വേജ് ലാബ് എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. ഇ ക്യൂബുമായി ബന്ധപ്പെട്ട ലോഗോ നൽകിയിട്ടുണ്ട് അല്ലെ. എന്താണ് ഇ ക്യൂബ്? അതെ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എൻജോയ്, എൻഹാൻസ് ആൻഡ് എൻറിച്ച് അല്ലേ. വളരെ വലിയൊരു കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എൻജോയ്, എൻഹാൻസ് ആൻഡ് എൻറിച്ച്. കുറേ ഗെയിമുകളിലൂടെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പര്യാപ്തമാക്കുക അല്ലെങ്കിൽ ആർജിക്കുക. ഇതൊക്കെയാണ് ആ ഒരു ഇ ക്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നൽകിയിട്ടുണ്ട് ഇ ക്യൂബ് പാക്കേജ് ഡൗൺലോഡ് സോഫ്റ്റ്വെയർ. ഇതാണ് നമുക്ക് വേണ്ടത്. യൂസർ ഗൈഡ് നൽകിയിട്ടുണ്ട് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. നമുക്ക് അതിലേക്ക് പോവാം, നോക്കാം. ഇ ക്യൂബ് പാക്കേജ് ഡൗൺലോഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നോക്കുക. ഡൗൺലോഡ് ലാംഗ്വേജ് ലാബ് സോഫ്റ്റ്വെയർ. ഇവിടെ അതർ OS, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈറ്റ്, ലിനക്സ്, ഉബുണ്ടു 20.04, 18.04 ഇതൊക്കെ ആയിരിക്കും നമ്മൾ സ്കൂളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡൗൺലോഡ് പാക്കേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളൊരു വേറൊരു ഫോൾഡറിലേക്ക്, വേറൊരു ഫയലിലേക്ക് പോകും. ഇവിടെ കണ്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഏകദേശം 2.9 GB, 3 GB വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാർ ഫയല്, TAR ഫയല്. ഓക്കെ, അതേപോലെ ഉബുണ്ടു ചിലപ്പോൾ 4 GB ഫയലൊക്കെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. തിരികെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ പെൻഡ്രൈവിലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലാപ്പിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ, നോക്കാം. ഞാനിവിടെ ഈ ഒരു ഫയൽ കാണിച്ചു തരാണ്. നോക്കുക, ഈ ഒരു ഫോൾഡറിലാണ് ഞാൻ ആ ഫയൽ വെച്ചിട്ടുള്ളത്. ഇതിൽ ഇ ക്യൂബ്. ഓക്കെ, ഇ ക്യൂബ് ഇവിടെ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു രീതിയിലുള്ള ഒരു TAR ഫയലാണ് നിങ്ങൾക്ക് ഇ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ് എന്നുള്ള ഫയൽ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതൊരു TAR ഫയലാണ്, സിപ്പ് ഫയലാണ്. ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ജസ്റ്റ് പറഞ്ഞു തരാം. ഇത് ഏകദേശം നമുക്കറിയാം, ഇവിടെ കണ്ടോ 3.1 GB. നമ്മൾ പ്രോപ്പർട്ടീസ് ഒന്ന് എടുത്ത് നോക്കാം. ഏകദേശം ഉള്ളത് 3.1 GB ആണ്. ഓക്കെ, 3.1 GB ആണ്
ഈ ഒരു ഫയല് ഉള്ളത്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 3.1 GB. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്താൽ അത്ര തന്നെ GB എന്തുണ്ടായിരിക്കും, GB നിങ്ങളെ ലാപ്പിൽ സ്പേസ് വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ 3 GB ആണെങ്കിൽ ഇത് എക്സ്ട്രാക്ട് ചെയ്ത ഫയലിനും ഏകദേശം 3 സംതിങ് GB ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 ഓപ്ഷൻ, എക്സ്ട്രാക്ട് ഹിയർ ഓർ എക്സ്ട്രാക്ട് ടു. ആദ്യം എക്സ്ട്രാക്ട് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ സ്ഥലമില്ല. ഓക്കെ, ഈ ഒരു ഡ്രൈവിൽ സ്ഥലമില്ല, പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോമിലേക്കോ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിലേക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ചെയ്യുന്നത് എക്സ്ട്രാക്ട് ഹിയർ, ഇവിടേക്ക് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുത്തു. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, കാരണം 3.1 GB ഒക്കെയാണ്. സ്കൂളിലെ ഫയലുകളാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പുകളാണെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിപ്പയറിംഗ് ടു എക്സ്ട്രാക്ട്, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവായിട്ട് കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ലാംഗ്വേജ് ലാബുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സമയം ഞാൻ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ക്യൂബ് ലാബ് എന്നുള്ള രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോൾഡറിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്കറിയാം 3.1 GB ഉണ്ട്. അപ്പോൾ സമയം എടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് സ്പേസ് ആവശ്യമായതുകൊണ്ട് ഒരു ഫയല് ഇതിൽ നിന്ന് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ IT സ്കൂൾ ലിനക്സുമായി ബന്ധപ്പെട്ട 64 ബിറ്റിൻ്റെ ഒരു ഫയലാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ തന്നെയാണ്. ഈ ഒരു ഫയൽ ഞാൻ വേറൊരു ഫോൾഡറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എക്സ്ട്രാക്റ്റിംഗ് എന്ന് വരുന്നത്. ഏകദേശം 409-423 MB ആയിട്ടുള്ളൂ. 3.1 GB എക്സ്ട്രാക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാത്തിരിക്കുക. ഞാൻ ഇത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്റ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3.1 GB അല്ലേ, 0 സെക്കൻഡ്സ് എന്നുള്ള രീതിയിൽ ഈ എക്സ്ട്രാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ് ഇവിടെ കാണുന്നത് അല്ലേ. നമുക്കറിയാം നേരത്തെ നമ്മൾ 3.1 GB ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മളെ ആ ഒരു ഫോൾഡർ വെച്ച് നോക്കുകയാണെങ്കിൽ അതേ സെയിം തന്നെ 3.1 GB എന്നുള്ള രീതിയിൽ ഈ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 GB ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ലാപ്പിൽ ആ ഒരു പാർട്ടീഷൻ ചെയ്ത ഡിസ്കിൽ ആ ഒരു സൈസ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. പുതിയതായിട്ടുണ്ടായ ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഫയൽസ്, യൂസർ ഗൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് തുറന്ന് നോക്കാം. യൂസർ ഗൈഡ് ഇംഗ്ലീഷ്, യൂസർ ഗൈഡ് മലയാളം. ഇത് നമുക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കുക, ഇവിടെ വേറെ ഫയൽസ് എന്നുള്ള രീതിയിൽ ഈ ക്യൂബ് സെർവർ TAR ഫയൽ നൽകിയിട്ടുണ്ട്, സെർവർ ഇൻസ്റ്റാൾ ഫയൽ നൽകിയിട്ടുണ്ട്. ഇതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ആദ്യം എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നോക്കാം. നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൺ ഇൻ ടെർമിനൽ, അതേപോലെ ഡിസ്പ്ലേ, ക്യാൻസൽ, റൺ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് എന്ത് ചെയ്യുക, ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് ഈ ക്യൂബ് സെർവർ ഇൻസ്റ്റാൾ ഫയലാണ്. അതേപോലെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയലാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെയുള്ള 4 ഓപ്ഷനുകൾ നൽകും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പ്രോപ്പർട്ടീസ് എടുക്കുകയാണ്. ഇവിടെ പെർമിഷൻ ഓൺ അല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കുക, ഇവിടെ പെർമിഷൻ ഇവിടെ നൽകിയിട്ടുണ്ടല്ലോ, എക്സിക്യൂട്ടിംഗ് ഫയൽ ആസ് എ പ്രോഗ്രാം ഫയലാക്കി ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു. റൺ ഇൻ ടെർമിനൽ, ഡിസ്പ്ലേ, ക്യാൻസൽ, റൺ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ റൺ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തു, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് കാത്തിരിക്കുക. അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ ഉണ്ടോ ചെക്കിംഗ് ഫയൽസ് എന്നുള്ള രീതിയിൽ ഈ ക്യൂബിൻ്റെ പുതിയൊരു
കാര്യം നൽകിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫയൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നല്ല സമയമെടുക്കും, 2-3 മിനിറ്റ് ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അത് നീളാനും അല്ലെങ്കിൽ കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ നോക്കുക, ആ ഒരു വിൻഡോ ചെക്കിംഗ് ഫയൽസ് എന്നുള്ള രീതിയിൽ വന്നിരുന്നു. ആ ഒരു വിൻഡോ ഇപ്പോൾ കാണാനില്ല, പോയിട്ടുണ്ട്. തുടർന്ന് വന്നിട്ടുള്ളത് വേറൊരു വിൻഡോ ആണ്. ഒതൻറ്റിക്കേറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലാപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പെർമിഷൻ ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ലാപ്പിന് നൽകിയിട്ടുള്ള കീ പാസ്വേഡ് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒതൻറ്റിക്കേറ്റ് എന്നുള്ള രീതിയിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ഒതൻറ്റിക്കേഷനുമായി ബന്ധപ്പെട്ട് പാസ്വേഡ് നൽകുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. സമയമെടുക്കുന്നതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഈ ക്യൂബ് സെർവർ ഇൻസ്റ്റാൾഡ് എന്നുള്ള രീതിയിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നൽകിയിട്ടുള്ളത് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാന്ന് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഓക്കെ അടിക്കാം. ഇനി നമ്മളെ ലാപ്പുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്യൂബിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത്ര പ്രയാസമേ ഉള്ളൂ. ചിലപ്പോൾ ചിലവർക്ക് പ്രയാസം കാണും, അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ലാപ്പിലേക്ക്, നമ്മുടെ PC യിലേക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ആപ്ലിക്കേഷന് നിങ്ങൾ എടുക്കുക. ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ കണ്ടോ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമില്ലാത്തൊരു ഭാഗമാണ് ഈ ക്യൂബ് ലാംഗ്വേജ് ലാബ് അല്ലേ. ഈ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത്, ഓക്കെ, അതായത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഈ ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ ഈ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ്. വേറെയും കുറേ കാര്യങ്ങൾ നമ്മുടെ ലാപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ആക്സസറീസിൽ നിങ്ങൾ താഴത്തോട്ട് പോവുക. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് വൈഫൈ ഹോട്ട്സ്പോട്ട് ഈ ക്യൂബ് ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് എ വൈഫൈ ഹോട്ട്സ്പോട്ട് വിത്ത് നെയിം ഈ ക്യൂബ് വൈഫൈ. ഓക്കെ, അതായത് ആപ്ലിക്കേഷനിൽ ആക്സസറീസിൽ നേരെ നമ്മൾ എന്ത് ചെയ്യാം, താഴത്തോട്ട് പോയാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. ഇനി അടുത്ത വേറൊരു കാര്യം നമ്മുടെ ലാപ്പിലേക്ക് എത്തിയിട്ടുള്ളത്, നിങ്ങൾ താഴത്ത് സിസ്റ്റം ടൂളിലേക്ക് പോവുക. സിസ്റ്റം ടൂൾസിൽ ഇവിടെ നോക്കുക, താഴെ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് സെർവർ ഈ ക്യൂബ് ലാംഗ്വേജ് ലാബ്. ഓക്കെ, സ്റ്റാർട്ട് സെർവർ ഈ ക്യൂബ് ലാംഗ്വേജ് ലാബ്. അതേപോലെയാണ് ഇത്രയും കാര്യങ്ങൾ അല്ലേ. ലോക്കൽ ഹോസ്റ്റ് ഈ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ലാപ്പിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലാപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എഡ്യൂക്കേഷനിൽ ഈ ക്യൂബ് ഈ ലാംഗ്വേജ് ലാബ് എന്നുള്ള ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്താണ് നിങ്ങൾ ലാപ്പിന് കൊടുത്ത ഒതൻറ്റിക്കേഷൻ കീ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ വേറൊരു വിൻഡോ വരും, ഈ ക്യൂബുമായി ബന്ധപ്പെട്ട സെറ്റിംഗ് അപ്പ് ഈ ക്യൂബ് സെർവർ എന്നുള്ള ഒരു വിൻഡോ വരും. നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ലാപ്പിൻ്റെ സ്പീഡ് അനുസരിച്ച് വൈകാനും അല്ലെങ്കിൽ നേരത്തെ ആവാനൊക്കെ സാധ്യതയുണ്ട്. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു വിൻഡോ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ദെൻ അതിനുശേഷം നമ്മുടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ലാംഗ്വേജ് ലാബ് എന്ന് മുകളിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഒന്ന് ഓപ്പൺ ചെയ്ത് വരാനുള്ളൊരു പ്രയാസം മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നോക്കുക, ഞാനത് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ്, ഈ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ഭാഗത്ത് എങ്ങനെയാണ് ഈ ഒരു കൈറ്റുമായി ബന്ധപ്പെട്ട ഈ ക്യൂബിൻ്റെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ള മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഭാഗമായി കാണുക. ഈ വീഡിയോ
ബാക്കിയുള്ള ആളുകളിലേക്കും ടീച്ചേഴ്സിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.